അല്ലെങ്കിൽ SNDPയുടെ സദസ്സിൽ പോയി ഞെളിഞ്ഞിരുന്നാലും അവനും മലന്തീറ്റക്കാരനാണ്. അപ്പോൾ അവൻ്റെ തീറ്റ അവിടെ നടക്കും. നിങ്ങളെപ്പോലുള്ള മരവുളകൾക്ക് എന്താ കിട്ടണേ? എള്ളം ഉണങ്ങിയ എണ്ണ കിട്ടും. പാറ്റക്കാട്ടം ഉണങ്ങിയിട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ജീവിതം ജയിക്കണമെന്നുണ്ടോ? ധൈര്യമായിട്ട് ഈ വഴിയിലേക്ക് വരാം. ഈ വഴിയിലേക്ക് വന്ന ജീവിതം ജയിക്കാം. അല്ലാതെ പ്രകാശനെ പോലെ വെറും ഒരു വാഴയായാൽ പോലും, പ്രകാശൻ വാഴയല്ല മരവാഴയാണ്. അപ്പോൾ ഒരു ഗുണമില്ലാത്തൊരു നിർഗുണ പരബ്രഹ്മം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേറെ ഒരു വഴിയില്ല. എന്നെ പൂട്ടാൻ നോക്കിയാൽ നടക്കില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ നോക്കി നമ്മുടെ മിനിസ്റ്റർ ബിന്ദുകൃഷ്ണയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ് വിളിച്ചു ഒരുത്തൻ. എന്നിട്ട് പറയണം മിനിസ്റ്റർ വിമർശിക്കുമ്പോൾ സഭ്യമായ ഭാഷയിൽ വേണം വിമർശിക്കാമെന്ന്, അല്ലെങ്കിൽ ചെത്തി കൊണ്ടുപോകുന്ന പറയണത്. അങ്ങനെ ഡയലോഗ് അടിക്കാനല്ല, പിറ്റേ ദിവസം തന്നെ തലേക്കടെ പായസം ഒഴിച്ചു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞത് ബിന്ദുകൃഷ്ണയുടെ വിമർശിച്ചതല്ല പ്രശ്നം. ഇപ്പം ട്രോളല്ലേ മൊത്തം. നമ്മുടെ മണിയാശാനെ ട്രോൾ ചെയ്യാൻ വലിയ ട്രോളുണ്ട്. ഒരു അഡ്വക്കേറ്റായ ഒരു മിനിസ്റ്ററെ ജനങ്ങൾ ട്രോളി കൊല്ലാണ്. അപ്പോൾ അതൊന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്തായിരുന്നേ? അവരുടെ പ്രശ്നം കണിയാൻ നാണുവിനെ ഞാൻ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നതാണ്. അപ്പോൾ നാണുവിൻ്റെ കേസ് പറയാനും പറ്റില്ല. അപ്പോൾ അവർവേളുടെ നീ പോരടെ, നിനക്ക് ഞാൻ പറഞ്ഞില്ലേ, നീ കമൻ്റൊക്കെ ഇടാൻ വരുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് കമൻ്റ് ഇടുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഒരാൾ നിത്യവും വന്ന് വെല്ലുവിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെന്താണെന്നൊന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു മനസ്സും കൂടി കാണിക്കണ്ടേ? അല്ലാതെ അയ്യപ്പൻ ബന്ധനത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ബന്ധനത്തിലായതുകൊണ്ടാണോ പിണറായിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഇത് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അയ്യപ്പനെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ, ധർമ്മം. പക്ഷേ എപ്പോൾ ഇതിന് തിരിച്ചടി കിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന മാത്രം. അയ്യപ്പൻ്റെ ഒരു സമയവും കണക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം തീരുമാനിച്ചു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മൂല്യമാണത്. എന്ത് പട്ടിണി സഹിക്കുക, ത്യാഗം സഹിക്കുക എന്നൊക്കെ അവർ പറയുന്ന മൂല്യമാണ്. ആ പറയുന്ന മൂല്യങ്ങൾക്ക് അപ്പുറത്ത് മാനുഷിക മൂല്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് ജയകൃഷ്ണ മാഷ്. ജയകൃഷ്ണ മാഷെ കൊന്നു എന്നത് മാത്രമല്ല, ജയകൃഷ്ണ മാഷെ കൊന്നിട്ട് ബോർഡിൽ എഴുതി വെച്ചു, സാക്ഷി പറഞ്ഞാൽ വീണ്ടും ജയകൃഷ്ണൻ. യൂറോപ്പിൽ നിന്ന് നമ്മുടെ MGS നാരായണൻ പറഞ്ഞാണ്, യൂറോപ്പിൽ നിന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കമ്മ്യൂണിസം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓക്സ്ഫോർഡ് സ്വരാജ് വന്നിവിടെ. അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ സ്റ്റട്ടറിങ് നമ്പൂതിരിപ്പാട്, EMS നമ്പൂതിരിപ്പാട്, തൽക്കാലം ഇന്ത്യക്കോ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കേണ്ടതില്ല, കൂടുതൽ ഒരു ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചില്ലെന്നാണ്. വെളിച്ചപ്പെട്ട് പലതും പറയുന്നു. അപ്പോൾ ഭക്തർ ഭക്തിയോടുകൂടി അവരുടെ കഷ്ടങ്ങൾ മാറാൻ ദേവിയുടെ നടക്കൽ പൈസ വെക്കുന്നു. ആ പണമെടുത്ത് ഈ വെളിച്ചപ്പാട് കള്ളുപിടിക്കുന്ന പോലെയാണ് പിണറായി വിജയൻ ഈ പാർട്ടി കൊണ്ടു നടക്കുന്നത്. നിങ്ങളുടെ സ്വന്തം വിദ്യാസാഗർ ഗുരുമൂർത്തിജി ദാ എൻ്റെ മുന്നിലുണ്ട്. നമസ്തേ. നമസ്തേ. ഒരുപാട് പേര് ചോദിക്കുന്നു, ഒരുപാട് കാലമായല്ലോ നിങ്ങൾ തമ്മിൽ ഇരുന്ന് വർത്തമാനം പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണല്ലേ? കുറച്ച് ഗ്യാപ്പ്. തീർച്ചയായിട്ടും പ്രകൃതി ഇടപെട്ടു. അതെ, ജലദോഷം അങ്ങനെ പല പല കാരണങ്ങളുകൊണ്ട് മാറിപ്പോയി. പക്ഷേ ഇന്ന് ഗുരുമൂർത്തിജി വന്നപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഞാൻ വിശേഷപ്പെട്ട എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടല്ല, നെഗറ്റീവ്. കാരണം നമ്മുടെ ശബരിമലയെ സംബന്ധിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ ഇന്നലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തി. ഒന്ന്, പിണറായി വിജയനാണ് ഈ ശബരിമലയിലെ സർവനാശത്തിൻ്റെയും ഹേതുവായ ദൈവതുല്യനായ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ആളെന്ന് പത്മകുമാർ പറഞ്ഞതായിട്ട് ഇന്നത്തെ മലയാള മനോരമ, ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ശബരിമല കൊള്ള നടത്തി കിട്ടിയ പണം AKG സെൻറ്റർ എന്ന് പറയുന്ന CPMൻ്റെ ആസ്ഥാനം നിർമ്മിക്കാൻ വരെ ഉപയോഗിച്ചു എന്ന് പത്മകുമാർ പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ ഓഫീസ്. രണ്ടാമത് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ശബരിമലയിലെ മേൽശാന്തി നിയമനത്തിന് തങ്ങളുടെ പാർട്ടി പറയുന്ന ആളെ നിയമിക്കണം എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രി കത്തെഴുതി കൊടുത്തു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും. മൂന്നാമത്തെ കാര്യം, ശബരിമലയിൽ യുവതികളെ കയറ്റുന്ന അന്ന് രാത്രി തന്നെയും അന്നത്തെ ADGP ആയിരുന്ന S. ശ്രീജിത്ത് IPSനെയും ശബരിമലയിൽ നിന്നല്ല പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ തിരുവനന്തപുരത്തേക്ക് മനഃപൂർവ്വം വിളിച്ചു വരുത്തി അവരവിടെ ഇല്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് രണ്ടുപേരെ, അവരുടെ പേര് പറയുന്നില്ല, 2 സ്ത്രീകളെ അവിടെ കയറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അത് കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇന്ത്യ ലൈവ് രാവിലെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞു. മുമ്പ് അങ്ങ് എന്നോട് പറഞ്ഞു, നമ്മുടെ ചാനൽ പറഞ്ഞു അയ്യപ്പൻ ബന്ധനത്തിലാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ബന്ധനത്തിലായതുകൊണ്ടാണോ പിണറായിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇതിന് പണി കിട്ടുമോ? അല്ല, ഇത് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അയ്യപ്പൻ. അയ്യപ്പനെ സംബന്ധിച്ച് അച്ഛൻ അമ്മ ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണല്ലോ. അയ്യപ്പനെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ, ധർമ്മം. പക്ഷേ എപ്പോൾ ഇതിന് തിരിച്ചടി കിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന മാത്രം. അയ്യപ്പൻ്റെ ഒരു സമയവും കണക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഈ ചുരുക്കെഴുത്തുകൾ, സങ്കേതങ്ങൾ, അങ്ങനെയാണ് കള്ളന്മാരെ രാഷ്ട്രീയക്കാർ പരസ്പരം സൂചിപ്പിക്കുന്നത്. ഇപ്പം മണിച്ചൻ്റെ പഴയ ഡയറിയിൽ പലരുടെയും ചുരുക്കെഴുത്തായിരുന്നല്ലോ. അതെ. അതുപോലെ മറ്റു പലരുടെയും പേരിൽ PV അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് PV അൻവറാണോ?
അല്ലെങ്കിൽ പിണറായി വിജയനാണോ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവതുല്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആരാണ് തന്ത്രിയാണ് എന്ന് വിചാരിക്കും. പക്ഷെ ആ ദൈവതുല്യൻ ഈ പിണറായി വിജയനാണെന്ന് അന്ന് സൂക്ഷ്മബുദ്ധിയുടെ രാഷ്ട്രീയക്കാർക്ക് പോലും മനസ്സിലായില്ല. അപ്പോൾ ദൈവനിഷേധികളുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നല്ലോ. പൊതുവെ കമ്മ്യൂണിസ്റ്റുകൾ ഇൻക്ലൂഡിങ് പിണറായി വിജയൻ ദൈവനിഷേധിയാണ്. ഇപ്പോൾ ദൈവനിഷേധിയായ ഒരാളെ ദൈവതുല്യമായി കാണുന്നത് ഈ പഴയ സ്റ്റാലിൻ്റെ കാലത്തെയാണ് ഓർമ്മിക്കുന്നത്. ഈ സ്റ്റാലിനെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൽ പറയുന്നത് മീറ്റിംഗ് കൂടും, എന്നിട്ട് സ്റ്റാലിൻ ഒരു മണിക്കൂർ പ്രസംഗിക്കും, അവസാനം ചോദിക്കും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കൈ ഉയർത്താമെന്ന്. ആരും കൈ ഉയർത്താറില്ല, അതോടെ കൈ ഉയർത്തിയ തല പോകും. ആ അവസ്ഥയിലേക്ക് CPIM എന്ന പാർട്ടിയെ ജനാധിപത്യ രാജ്യത്ത് കൊണ്ടെത്തിച്ച ഒരേ ഒരു വ്യക്തി പിണറായി വിജയനാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആൾ ദൈവം പിണറായി വിജയനാണ് എന്ന് കടകംപള്ളി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി അതല്ലേ ഈ പിന്നെ P. ജയരാജനാണ് ഞാൻ മനസ്സിലാക്കി കേരളത്തിലെ ഏറ്റവും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ്. സാർ അയാൾ മറ്റു പാർട്ടിക്കാരെ ഉപദ്രവിക്കുന്നൊക്കെ വിട്ട് അയാൾ കമ്മ്യൂണിസ്റ്റാണ്. ചെത്തി തേക്കാത്ത വീടും പിന്നെ മകൻ എന്തോ പിന്നെ ബോംബ് പൊട്ടി പാർട്ടിക്ക് വേണ്ടിയിട്ട് പടക്കം ഉണ്ടാക്കിയിട്ട് കൈ പോയ കുട്ടിയാണ്. അപ്പം സ്വന്തം കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരേ ഒരു നേതാവ് P. ജയരാജനാണ്. ബാക്കി ആരെയും പറയാനില്ല. ഗോവിന്ദൻ മാഷ് അങ്ങനെയല്ല, നമുക്ക് വിദേശത്ത് വിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഭാര്യ പിന്നെ എന്താ ഒരു വ്യവസായി എങ്ങനെയാണ് മാനസിക പീഡനം കൊടുത്തെന്നൊക്കെയുള്ളത് നമുക്കറിയാമല്ലോ, ആന്തൂർ. അതുപോലെ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ, അതുപോലെ പിണറായി വിജയന്റെ കുടുംബം. നമ്മൾ കൂടുതൽ പറയണ്ട, പണ്ട് കമല എന്ന് പറഞ്ഞ പാക്കറ്റ് വന്നു, അത് അങ്ങനെ നമുക്കറിയാം. അങ്ങനെ ഇന്റർനാഷണൽ ഒരുപാട് കഥകൾ വന്നിരുന്നു. ആ കഥകളൊക്കെ വെറും കഥകളായിരുന്നില്ല, അതിൽ ചില സത്യങ്ങളുണ്ടെന്നുള്ള തെളിവല്ലേ ഇത്. ശബരിമല അയ്യപ്പനെ പറ്റി ഒരു കാര്യം എപ്പോഴും ഞാൻ നമ്മുടെ മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറോട് നല്ല ബന്ധമായിരുന്നു. ഇന്റർവ്യൂലൊക്കെ ഒരുമിച്ച് ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് അയ്യപ്പൻ്റെ അവിടെ വെച്ചിട്ടൊരു ഹിന്ദുമത പാഠശാല തുടങ്ങണം എന്നൊക്കെ എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾക്ക് കീഴിൽ ഒരാശയം ഉണ്ടായിരുന്നു. ഈ ആശയം പുറത്തു പറഞ്ഞതോടുകൂടി നമ്മുടെ ആൾ ദൈവമായ പിണറായി വിജയൻ ഇടപെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ടെന്യൂവർ പിന്നെ ക്ലിപ്പ് ചെയ്ത് കളഞ്ഞു. 3 വർഷം 2 വർഷമാക്കി. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കൊള്ള ലക്ഷ്യമിട്ടുകൊണ്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഇതിന് ഈ കടകംപള്ളി അടക്കമുള്ള ആൾക്കാരെയൊക്കെ ശരിയാവണ്ണം ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും മകളോടൊപ്പം അച്ഛനും ഒരേ ഗൃഹത്തിൽ കഴിയാം. ആ ഗൃഹം ചിലപ്പോൾ കാരാഗ്രഹമായിരിക്കും എന്ന് മാത്രം. ഗുരുജി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ചില ആളുകൾക്ക് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ഭഗവാൻ സർവശക്തനാണെന്ന് പറയുന്നു, ഭഗവാന്റെ ധനം അടിച്ചുകൊണ്ട് പോകുന്നു, വിഗ്രഹം മോഷ്ടിക്കുന്നു, ഭഗവാന്റെ വിഗ്രഹം പണ്ട് ആദ്യ വിഗ്രഹം തല്ലിച്ചതച്ചു, ഇതൊക്കെ മഴ കൊണ്ട് വെട്ടി നശിപ്പിച്ചു, തീ വെച്ചു, ശബരിമലയ്ക്ക് തീ വെച്ചു, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഭഗവാനെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു മതത്തിനെതിരെ സംസാരിക്കുന്നത്. നിങ്ങളുടെ ദൈവത്തിന് സ്വയം രക്ഷിക്കാൻ പോലും പറ്റുന്നില്ല. അല്ല, ഞാനപ്പോൾ ചെറിയൊരു മറുപടി കൊടുത്തിരുന്നു. അത് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കുരുവിളയാണ്. ഞാൻ പറഞ്ഞല്ലോ അന്ന് കുരുവിളയോട് ഞാൻ പറഞ്ഞു, കുരുവിളെ, ഞങ്ങളുടെ അയ്യപ്പനെ ആരും മനുഷ്യർ പിടിച്ചുകൊണ്ട് തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയിട്ടില്ല. അപ്പോൾ കുരുവിള അതിനുശേഷം എന്നോട് മറുപടി പറഞ്ഞിട്ടില്ല. അയ്യപ്പസ്വാമിയുടെ അല്ലെങ്കിൽ ശബരിമലയുടെ അല്ലെങ്കിൽ ഗുരുവായൂരിൻ്റെ ഏത് അമ്പലം എടുത്താലും ഞാൻ ആലോചിക്കാറുണ്ട്, തീയിൽ തൊട്ടാൽ അപ്പം തന്നെ പൊള്ളും, രണ്ടാമത് തൊടില്ല. അതുപോലെയല്ല കർമ്മം പ്രവർത്തിക്കുന്നത്. കർമ്മം തൊട്ട് കഴിഞ്ഞ് അതിൻ്റെ ഫലം വരുന്ന ഗ്യാപ്പാണ് പലരും വീണ്ടും കള്ളം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? ഞാൻ പിടിക്കപ്പെടില്ല, ഇല്ല, എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇപ്പോൾ എന്തായാലും പ്രതിസ്ഥാനത്ത് തന്നെയാണ്, അല്ലെങ്കിൽ സംശയത്തിന് കരുതലിലാണ്. ആ പിണറായി വിജയൻ പിന്നെ ഇപ്പോൾ എന്തവസ്ഥയിലാണ്? ഒരു പാർട്ടിയുടെ സംവിധാനത്തെ മുഴുവൻ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന രീതിയിലാണ്. നമ്മൾ പറയില്ലേ, ഈ ഫ്രഞ്ചിലൊരു ചൊല്ലുണ്ട്, അപ്രൈമ ലാ ഡലൂഷ്. ഇതിനർത്ഥം എനിക്ക് ശേഷം പ്രളയം. നമ്മുടെ നീറോ ചക്രവർത്തി അപ്രൈമ എനിക്ക് ശേഷം ലാ ഡലൂഷ്, പ്രളയം. ആ വിചാരമുള്ള ആളാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയനെ പറ്റി ഏറ്റവും വ്യക്തമായും ഏറ്റവും നല്ല കാഴ്ചപ്പാടോടുകൂടിയും വിലയിരുത്തിയത് പിണറായി വിജയൻ്റെ ഒരു കാലത്ത് അധ്യാപകനായിരുന്ന MN വിജയൻ മാഷാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി, കേരളത്തിലെ CPIM-നെ പറ്റി ഏറ്റവും കൃത്യമായ വിലയിരുത്തൽ നടത്തിയത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർ മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി എന്തും എഴുതാൻ തയ്യാറായിരുന്ന വിജയൻ മാഷാണ്. പാർട്ടി ബുദ്ധിജീവിയായിരുന്നു. ഏറ്റവും രസം എന്താ വെച്ചാൽ, നമ്മുടെ ജയകൃഷ്ണൻ മാഷെ കൊന്ന സമയത്ത് ദേശാഭിമാനിയിലെ വിജയ മാഷ ലേഖനം, അന്ന് വായിച്ചിട്ട് വിജയ മാഷോട് എനിക്ക് വളരെ അറപ്പ് തോന്നിയ ഒരു ലേഖനമായിരുന്നു. സഞ്ചിക്കുള്ളിൽ എന്താണ് ഒരു അധ്യാപകൻ സ്കൂളിലേക്ക് കൊണ്ടുപോവുക? പുസ്തകങ്ങൾ, ചോക്ക്, ഇതൊക്കെ ആയിരിക്കും. ജയകൃഷ്ണൻ സഞ്ചിക്കുള്ളിൽ കൈയുടെ ഒറ്റ കൈ കൊണ്ട് ബോംബുണ്ടാക്കാൻ മിടുക്കനായിരുന്നു. വിജയ മാഷ എഴുത്താണ്. ഇവർ പറയുന്ന അഖില ലോക ചിന്തകനായ വിജയൻ മാഷ് എഴുതിയതാണ്. ജയകൃഷ്ണൻ
സംഘത്തിന്റെ പ്രചാരകായ ജയകൃഷ്ണൻ ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഒറ്റ കൈ കൊണ്ട് ബോംബ് ഉണ്ടാക്കുന്നവനായിരുന്നു. എന്ത് വലിയ അശ്ലീലവും വ്യാജവുമാണ്, എന്തൊരു അറപ്പുളവാക്കുന്ന ഭാഷയാണ്. അപ്പോൾ ഇത് ഞാൻ ദേശാഭിമാനി വായിച്ചാൽ ഇയാൾക്കും വിവരമില്ല, വെളിവില്ല. ഇതിൻ്റെ അകത്ത് കടന്നാൽ നമ്മളെ എന്തോ ബാധ, എന്തോന്ന് ഗ്രസിക്കും. കമ്മ്യൂണിസ്റ്റ് ഭൂതം ഗ്രസിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലത് തിന്മയായിട്ടും തിന്മ നന്മയായിട്ടും തോന്നും. അപ്പോൾ ആ സമയത്ത് വിജയൻ മാഷ് ഇത്രയൊക്കെ പാർട്ടിയെ ന്യായീകരിച്ചു. ഈ ജയകൃഷ്ണ മാഷ കൊലപാതക ഉത്തരവാദി ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞൊരു പേര് ആണ്. ആ വ്യക്തിക്ക് ഉണ്ടായ കോട്ടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ജയകൃഷ്ണ മാഷെ കൊന്നത്. അത് കൊന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അൽ ഖ്വയ്ദയിലെ ഒരു തീവ്രവാദിയെ ആ ദൃശ്യം കാണിച്ചാൽ അവൻ തലയുറ്റി വീഴും. അതായത് എന്റെ നേരെ ചൂണ്ടിയ വിരൽ മുറിച്ചെടുക്കണം എന്ന് വരെ പറഞ്ഞു കൊണ്ടുപോവുകയും ചെയ്തു. എന്നോടത് MD രമേശ് പറഞ്ഞു. അതെ, സത്യമാണത്. വിരൽ മുറിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. മാത്രമല്ല ജയകൃഷ്ണ മാഷ് എന്ന് പറഞ്ഞ വ്യക്തി ഈ കമ്മ്യൂണിസ്റ്റുകാർ ചില മൂല്യങ്ങൾ പറയണ്ടല്ലോ, ആ മൂല്യങ്ങൾ ജീവിച്ചാളാണ്. രാവിലെ വീട്ടിൽ നിന്ന് അല്പം നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചക്കഞ്ഞിയിൽ നിന്നൊരു വറ്റെടുക്കാതെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മൂല്യമാണത്. എന്ത് പട്ടിണി സഹിക്കുക, ത്യാഗം സഹിക്കുക എന്നൊക്കെ അവർ പറയുന്ന മൂല്യമാണ്. ആ പറയുന്ന മൂല്യങ്ങൾക്ക് അപ്പുറത്ത് മാനുഷിക മൂല്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് ജയകൃഷ്ണ മാഷ്. ജയകൃഷ്ണ മാഷെ കൊന്നു എന്നത് മാത്രമല്ല, ജയകൃഷ്ണ മാഷെ കൊന്നിട്ട് ബോർഡിൽ എഴുതി വെച്ചു, സാക്ഷി പറഞ്ഞാൽ വീണ്ടും ജയകൃഷ്ണൻ. എന്നിട്ട് അവിടെ ഇരുന്ന 30ഓളം കുട്ടികൾ ഇന്നും മാനസിക രോഗത്തിന് അടിമകളാണ്. ഇത് കണ്ടിട്ട് ഈ ഗോറി ഇത് ഹാക്കിംഗ് സംബഡി ടു ഡെത്ത്, അതുമാത്രമല്ല കൊന്നു കുടൽമാല പുറത്തെടുത്തിട്ടു. കൊന്നിട്ടും ഹരം തീരാത്തൊരു പാർട്ടിയായിട്ട് നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴെവിടെയാണ്? ജയകൃഷ്ണൻ മാഷ് ഒരു പക്ഷേ വീണ്ടും ഒരു സംഘ കുടുംബത്തിൽ ജനിച്ചിരിക്കാം. അന്ത്യചിന്ത അങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാം. നമ്മൾ കൊല്ലപ്പെടില്ലെന്ന് വിചാരിച്ചാലല്ലോ ജീവിക്കുന്നത്. അവസാനം ചിന്തിച്ച് ഈ അമ്മയെ ഭാരതാംബയെ സേവിക്കാൻ ഇനിയും എനിക്ക് അവസരം തരണമെന്ന് പറഞ്ഞാണ് എല്ലാവരും മരിക്കുന്നത്. അല്ലാതെ ഇവർ വിചാരിക്കുന്നത് പേടിച്ച് അരണ്ടിട്ടൊന്നുമല്ല മരിക്കും. പല കമ്മ്യൂണിസ്റ്റുകാരുടെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസനൊരു സിനിമയിൽ സിനിമാക്കാരെ തന്നെ കളിയാക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതിൽ രണ്ട് സീരീസ് ആയിട്ട് ആദ്യത്തെ രംഗത്തില് ഉദയനാണ് താരം. അതിൽ അവസാനം ഈ ഇവനെ ശരിക്കും പേടിപ്പിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കള്ളമാക്സ് അറിയാതെ. അപ്പോൾ ഉള്ള ആ മുഖഭാവമാണ് മിക്ക കമ്മ്യൂണിസ്റ്റുകാരുടെ മരണകാലം. കാരണം ഭയന്ന് പറച്ചാണ് ഇവർ ജീവിക്കുന്നത്. ഒരു സംഘ സ്വയംസേനയെ സംബന്ധിച്ച് അവൻ ഇനിയും ജനിക്കണം, ഈ ഭൂമിയിൽ ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പം മാഷ് ചിലപ്പം ചിരിക്കുന്നുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ 35 സീറ്റിലേക്ക് ഒതുങ്ങിയത് മാത്രമല്ല, അത് കേവലം രാഷ്ട്രീയ പരാജയമാണ്. പക്ഷെ പ്രത്യയശാസ്ത്രമെന്നും ഞങ്ങൾക്കില്ല, പണം ആണ് ഞങ്ങളുടെ ദൈവം എന്ന് കാണിക്കുന്നതാണ് ഈ പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. പത്മകുമാർ വിശുദ്ധനല്ല. ഈ കൂട്ടുകച്ചവടത്തിൽ എല്ലാത്തിലും പത്മകുമാറും ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പാർട്ടി തള്ളി പറയും എന്ന് വന്നപ്പോഴാണ് പറയുന്നത്. പത്മകുമാറും അയ്യപ്പനോടുള്ള സ്നേഹവും ഹിന്ദുക്കളോടുള്ള സ്നേഹവും കൊണ്ടല്ല. ഒരിക്കലുമല്ല. ഹിന്ദുക്കളോട് സ്നേഹമില്ലെന്ന് മാത്രമല്ല, ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലേക്ക് കൊള്ള നടക്കുമെന്ന് അവർക്കറിയാം. ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ചെന്നിട്ട് ഇങ്ങനെ തോന്നിയ ദിവസം കാണിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിം പള്ളിക്കകത്ത് പറ്റുമോ? ഇല്ല. അവിടെ എല്ലാവരും രാഷ്ട്രീയം ചെരുപ്പിനോടൊപ്പം അഴിച്ചു വെച്ചിട്ടാണ് പള്ളികൾ കയറുന്നത്. ഇവിടെ ചെരുപ്പ് ഇട്ടിട്ടാണ് കയറുന്നത്. ജലീല് വരെ പോയി അവിടെ. ഈ ഇത്തരം പ്രഹസനങ്ങൾ മുഴുവൻ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ നടക്കുകയുള്ളൂ. അപ്പം അങ്ങ് ചോദിച്ച ചോദ്യത്തിന് കാതൽ, നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ദൈവമാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ദൈവം ഒരു വ്യക്തിയല്ല ശിക്ഷിക്കുന്നത്. മഴുകൊണ്ട് വെട്ടിയവനെ അല്ല ശിക്ഷിച്ചത്. മഴുകൊണ്ട് വെട്ടിയവനും അവനോട് ഒത്താശ ചെയ്ത കുടുംബം മുഴുവൻ തമ്മിൽ കത്തിക്കുത്തിലാ ചത്തുപോയത്. ആ കുടുംബം, അയ്യപ്പൻ്റെ വിഗ്രഹം വെട്ടാൻ വന്ന കുടുംബം വേരറ്റുപോയി. അതുപോലെ അയ്യപ്പൻ്റെ വേട്ട എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൊല്ലലല്ല, എൻറ്റയർ ആ സിസ്റ്റത്തെ പൊളിച്ച് കാണിച്ച് അതിൽ ഓരോ പല്ലും പറിച്ചു കളയും. അല്ല, നമ്മൾ പറയുമ്പോൾ ഓർക്കണം, പറയാൻ പാടില്ല എന്ന് ചിലർ പറയുമായിരിക്കും. ADM നവീൻ്റെ കഥയുണ്ടല്ലോ. തീർച്ചയായിട്ടും അതെ. നവീനാണ് ഈ സ്ത്രീകളെ, യുവതികളെ ശബരിമലയിൽ കയറ്റാൻ ADM എന്ന നിലയിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. ഒരു സ്ത്രീയാൽ അയാൾ ചതിക്കപ്പെടുകയും ചെയ്തു. ഒരു സ്ത്രീയാൽ ചതിക്കപ്പെട്ട ആത്മഹത്യ. അപ്പോൾ അയ്യപ്പൻ്റെ വളരെ രസകരമായ, അങ്ങനെ രസകരം എന്ന് ഞാൻ പറയുന്ന കാരണം വേട്ടയിലൊരു രസം കണ്ടെത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അയ്യപ്പൻ്റെ വേട്ട ഒരു രസകരമായ വേട്ടയാണ്. അതായത് നിസാരനെന്ന് തോന്നുന്ന ഒരാളെയാണ് ആദ്യം പോയിന്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അവസാനത്തേക്ക് അതിന് ക്ലൈമാക്സ്, ഒരു ചലച്ചിത്രം കാണിക്കുന്ന ഹരത്തിലാണ്. പ്രിയദർശൻ്റെ പടം പോലെയൊക്കെയാണ് പുള്ളി ഷൂട്ട് ചെയ്തത്. പിണറായിലേക്ക് വരുമെന്നാണ് എനിക്ക് വന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു വെളിപ്പെടുത്തൽ മതി. ജനങ്ങളുടെ മനസ്സിൽ ഇന്നയാൾ ഒരു കള്ളനാണ്, അല്ലെങ്കിൽ ഇയാൾ അയ്യപ്പനെ പണം മോഷ്ടിച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ വന്നാൽ മതിയല്ലോ. പിന്നെ അയാൾക്ക് മരണശേഷവും യാതൊരു സമാധാനവും കിട്ടില്ല. പിന്നെ ഹിന്ദുമതം കർമ്മ സിദ്ധാന്തത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മതമാണ്. എന്ന് വെച്ചാൽ ഇന്ന് ചെയ്ത കർമ്മം ഇപ്പം തന്നെ കൂലി വാങ്ങിക്കൊണ്ട് പോവുകയല്ല. ഈ കർമ്മം നമ്മുടെ ഏറ്റവും വൾണറബിൾ ടൈമിൽ നമുക്ക് തിരിച്ചു വരുന്ന പറയുന്നത്. അല്ലാതെ നമ്മുടെ നല്ല കാലത്ത്, പുഷ്കലകാലത്തല്ല. നമ്മുടെ ഒരു വൾണറബിൾ ടൈം വരുമ്പോൾ ഇത് പലിശ സഹിതം നമുക്ക് കിട്ടും, തിരിച്ചു കിട്ടും. ആരൊക്കെ ദേവസ്വത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടോ, സമാധാനമായിട്ട്, ഞാൻ എൻ്റെ ഒരു വളരെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം.
ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ദേവസ്ഥയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ മകൻ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു കുറച്ചു കാലം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛന് ചിത്തഭ്രമമാണ്, പ്രായമായി, പക്ഷേ ഒരു 5-6 വർഷമായിട്ട് ആൾ ശരിയായിട്ടല്ല ചിന്തിക്കുന്നത്. സന്ധ്യ ആയി കഴിഞ്ഞാൽ പേടി വരും. അപ്പോൾ പുള്ളി കൊടുവാളെടുത്ത് പുറത്തു പോയിരിക്കും. അർദ്ധരാത്രി മുമ്പ് കഴിഞ്ഞ് താണ്ടി 3-3:30 വന്ന് കിടക്കുന്നത്. ഒരിക്കലും അകത്ത് കിടക്കില്ല, പേടിച്ചിട്ട്. എന്തോ അദ്ദേഹത്തെ പേടിപ്പിക്കുന്നു, കൊടുവാളും കൊണ്ടാണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, സിമ്പിൾ. അയാൾ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥനാണ്, അതാ രസം. അപ്പം ഞാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ബാഹുലേയ അഷ്ടകം, അത് ചിത്തഭ്രമം ശമിക്കാൻ ഏറ്റവും നല്ല ഔഷധമാണ്, ആ മന്ത്രമാണത്. അത് ഞാൻ എഴുതി കൊടുത്തു. പുള്ളി എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ജപിക്കുക എന്നും അച്ഛനെ തൊട്ടിട്ട്. സത്യം പറഞ്ഞാൽ അത് മിറാക്യുലസ്ലി വർക്ക് ചെയ്തു. കാരണം ഇത് ഒരാൾക്കല്ല ഞാൻ എഴുതി കൊടുത്തില്ല. ചിത്തഭ്രമത്തിന് ലക്ഷണം കാണിക്കുന്ന മിക്ക പേർക്ക് എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ബാഹുലേയ അഷ്ടകമാണ്. അത് അതുപോലെ ഇഫക്റ്റീവായിട്ടൊരു ഒരു ഒരു എന്താ പറയുക, സൈക്യാട്രിക് ഡ്രഗ് ഇല്ല. അത് ആർക്കും പ്രേക്ഷകർക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ആർക്കെങ്കിലും അല്പം സ്വല്പം വീട്ടിൽ തോന്നുന്നുണ്ടെങ്കിൽ അവരെ തൊട്ടിട്ടോ അല്ല അവരെ കൊണ്ടോ ബാഹുലേയ അഷ്ടകം ജപിപ്പിക്കുക. അതിലുള്ള എല്ലാം ബീജാക്ഷരമാണ്, സുബ്രഹ്മണ്യൻ്റെ ബീജാക്ഷരമാണ്. ആ ബീജാക്ഷരങ്ങൾ നിരന്തരം ആവർത്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിത്തഭ്രമം നന്നായി ശമിക്കും. ഈ വ്യക്തി കൊടുവാളും കൊണ്ടിരുന്ന വ്യക്തി ചിത്തഭ്രമം ശമിച്ചപ്പോൾ പറഞ്ഞ കഥ, ദേവിയുടെ പണം അല്പം പുള്ളി മോഷ്ടിച്ചിട്ടുണ്ടെന്നാണ്. അത് സ്വബോധം വന്നപ്പോഴാണ് പറഞ്ഞത്. പക്ഷേ വയ്യാതെ മരിക്കുകയും ചെയ്തു. പക്ഷേ 5-6 വർഷം വിഹ്വലതയിലാണ് ജീവിക്കുന്നത്. അവസാനം ഒരു മഹാത്മാവിൻ്റെ ഒരു കൃതി പഠിച്ചു എന്നൊരു പുണ്യം കൊണ്ട് അത് ശമിച്ചിട്ട് മരിക്കുക. അത് സത്യം പറഞ്ഞ് മരിക്കാൻ പറ്റി. ഇവരൊക്കെ അത് പഠിക്കുമോ? ഈ പിണറായി വിജയനോ പത്മകുമാറോ അല്ലെങ്കിൽ മറ്റേ കടകംപള്ളിയൊക്കെ നാരായണ ഗുരുദേവനെ കൃതി പഠിക്കാൻ അവസരം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ അദ്ദേഹത്തിന് മഹാത്മാവായിട്ട് കാണുന്നില്ല, സിമന്റ് നാണെന്ന് വിളിച്ച് കളിയാക്കി. അപ്പോൾ ഗുരുവിൻ്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചവരാണ്. അത് ഒരിക്കലും അക്ഷന്തവ്യമായ അപരാധമാണ്. ഞാൻ ഒരിക്കലും ആ ചിത്രം എൻ്റെ കണ്ണിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ നാരായണ ഗുരുസ്വാമിയെ ഇരുത്തിയിട്ട് കയറിൽ അവർ പറയുന്നത് സംഘപരിവാർ നാരായണ ഗുരുവിനെ അങ്ങനെ വലിക്കുന്നതാണ്. ഞാനൊരു കാര്യം പറയാം, ചില ആളുകളെ നമുക്കൊന്നിലും ഒരു ഗ്രൂപ്പിലും പെടുത്താൻ പറ്റില്ല. അതിൽപ്പെട്ട 2 പേരാണ് ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവൻ. നിങ്ങൾ ഒരു RSS അല്ല ഏത് പ്രസ്ഥാനത്തിനും അദ്ദേഹത്തെ അവരുടേതാക്കി മാറ്റാൻ പറ്റില്ല. കാരണം ആ ഫിലോസഫി എല്ലാ ഡിവിഷൻസിനെയും മേലെ നിൽക്കുന്നതാണ്, സർപ്പാസ് ചെയ്യുന്നതാണ്, ട്രാൻസെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും വലിയ മഹാത്മാക്കളെ കൊണ്ട് അപ്പോൾ ഇവരുടെ ഉദ്ദേശം അതല്ല, അപമാനിക്കാൻ തന്നെ കരുതി കൂട്ടി ചെയ്തെന്ന് കരുതുന്നത്. അല്ല, കണ്ണൂരെ സഖാക്കൾക്ക് ബോധമില്ല. എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ല, എരഞ്ഞൊടി പോയപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടിയെ കാലിലും വെട്ടിയിട്ടിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് ബാർബർ ഷാപ്പിൽ നിന്ന് മുടി കൊണ്ടുവന്ന് കണ്ടിലിട്ടിരിക്കുകയാണ്. കുട്ടി വെള്ളം കുടിക്കാതിരിക്കുക. നൃശംസതയ്ക്ക് ഒരു പര്യായം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ്. ഇവിടെ നടക്കുന്ന കമ്മ്യൂണിസം പോലെ സ്റ്റാലിനിസമാണ്. കൊല്ലുക, കൊലവിളിക്കുക, കൊന്നിട്ട് കൊലവിളിക്കുകയാണെന്ത്, മാഷെ കൊന്നിട്ട് ബോർഡിൽ എഴുതി വെക്കുകയാണെന്ത്, സാക്ഷി പറഞ്ഞാൽ വീണ്ടും ജയകൃഷ്ണൻ. എനിക്ക് അത്ഭുതം തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ഷംസീർ അതുപോലെ സ്വരാജ് ഇവരൊക്കെ എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്? അവർക്ക് ആത്മാവില്ലേ? അല്ല, അവരും ഈ ഭാഷയാണ് സംസാരിക്കുന്നത് അല്ലേ? സ്വരാജ് ഒക്കെ സംസാരിക്കുന്നത്. ഷംസീർ കുറേ റിഫൈൻഡായി. സ്പീക്കറായിരുന്നപ്പോൾ ഷംസീർ കുറേ മാറ്റം വരുത്തി പെരുമാറ്റ ശൈലിയിൽ. പക്ഷേ സ്വരാജിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. അപ്പോൾ സ്വരാജ് ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എന്താണ് ആഹരിക്കുന്നത് പോലും എനിക്ക് അത്ഭുതം തോന്നുന്നതാണ്. ഇങ്ങനൊരു അരി ആഹാരം തിന്നുന്നൊരു മനുഷ്യൻ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഒരു പാർട്ടി? അപ്പോൾ തോറ്റപ്പോൾ പറഞ്ഞെന്താണ്, ജനങ്ങൾ തോറ്റുന്നത്, ജനങ്ങളാണ് തോറ്റത്. അത് സ്ഥിരം ഒരു പറയുന്നത്, ഞങ്ങളല്ല നിങ്ങളാണ് തോറ്റത്. ഏതായാലും പിണറായിക്ക് ആ അയ്യപ്പൻ്റെ പിടിയിൽ നിന്ന് മോചനം ഉണ്ടാവില്ല. അല്ല, തീർച്ചയായിട്ടും ഇതിൽ തെറ്റ് ചെയ്ത എല്ലാവരും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഈ നമ്മുടെ ആ കരിമ്പനായ്ക്കൽ എന്നൊരു കുടുംബത്തിൻ്റെ പേര്, ആ അയ്യപ്പൻ കരിമ്പനായ്ക്കൽ അല്ലേ, അതുപോലെ CPIM ഇല്ലാതാവും. കാരണം ഇതിലൊരു നേതാവിന് പോലും ഇവിടുത്തെ ധർമ്മദൈവങ്ങളോട് ഒരു ബഹുമാനമില്ല. അവരുടെ പണം മാത്രം മതി. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ ജാതി തിരിച്ചല്ല വിമർശിക്കുന്നത്. നമ്പൂതിരി കട്ടാലും പെടും, പിണറായി വിജയൻ കട്ടാലും പെടും. ആരാണോ ദേവസ്വം, ദേവൻ്റെ സ്വത്ത് എടുക്കുന്നത്, അവർക്ക് നല്ല രീതിയിൽ കടന്നു മരിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, പുഴുത്തേ ചാവൂ എന്ന് പറയും. വൈദ്യരുടെ കുട്ടി പുഴുത്തേ ചാവെന്ന് കോഴിക്കോട് ചൊല്ലുണ്ട്. വൈദ്യരെല്ലാവർക്കും മരുന്ന് കൊടുക്കുന്നതാണ്. വൈദ്യരുടെ മകൻ പക്ഷേ, അപ്പോൾ പ്രത്യയശാസ്ത്രം നമ്പർ 1 എന്ന് പറയുന്നവരെല്ലാവരും പ്രത്യയശാസ്ത്രം പണയം വെച്ച് കള്ളുപിടിക്കുന്നവരാണ്. ഈ ജയകൃഷ്ണൻ മാഷിൻ്റെ കൊലപാതകത്തെ ന്യായീകരിച്ച അതേ വിജയ മാഷ് പിണറായി വിജയനെ പറ്റി ലേഖനം എഴുതി ഞാൻ വായിച്ചു. പാഠം മാഗസീനിൽ, പാഠം എന്നാ മാഗസീൻ്റെ പേര്. നമ്മുടെ സുധീഷൊക്കെ ഉണ്ട്. പാഠത്തിലെ മാഗസീൻ എന്താ എഴുതിയിരിക്കുന്ന അറിയോ? വെളിച്ചപ്പാട് ഭക്തർ ഭഗവതിയുടെ നടക്കി വെക്കുന്ന പണം എടുത്ത് കള്ളു കുടിക്കുന്ന പോലെയാണ് പാർട്ടി സെക്രട്ടറി ചെയ്യുന്നത്. അന്ന് പാർട്ടി സെക്രട്ടറി വിജയനാണ്. അതായത് വെളിച്ചപ്പെട്ട് പലതും പറയുന്നു. അപ്പോൾ ഭക്തർ ഭക്തിയോടുകൂടി അവരുടെ കഷ്ടങ്ങൾ മാറാൻ ദേവിയുടെ നടക്കിൽ പൈസ വെക്കുന്നു. ആ പണമെടുത്ത് ഈ വെളിച്ചപ്പാട് കള്ളുടിക്കുന്ന പോലെയാണ് പിണറായി വിജയൻ ഈ പാർട്ടി കൊണ്ടു നടക്കുന്നത്. ഇയാൾ ഇത് കോർപ്പറേറ്റുകൾക്ക് വിൽക്കും എന്നന്ന് പറഞ്ഞിരുന്നു. വിറ്റുമല്ലോ.
വിറ്റ് തുലച്ചുവല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നമ്മുടെ ഏതാണ് ആ പാർട്ടിയുടെ ഒരു അടിമയുടെ പേര് ഞാൻ മറന്നുപോയി, TV ചാനൽ ചർച്ചയിലൊക്കെ വരുന്നത് അരുൺകുമാർ എന്നാണെന്ന് എൻ്റെ ഓർമ്മ. അയാൾ പറയാണ് MS ഓഫീസ് ഉണ്ടാക്കി കൊടുത്തില്ലേ എന്ന് ആലോചിച്ച് നോക്കണം. ഈ വീണ MS ഓഫീസ് ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് 1,72,00,000 കിട്ടാൻ അവർ യോഗ്യയാണ്. എന്തുകൊണ്ട്? MS ഓഫീസ് ഉണ്ടാക്കി കൊടുത്തു. എറണാകുളത്തുള്ള അഭിഭാഷകനാണ് അയാൾ പേര് അരുൺകുമാർ. യെസ്. അപ്പം ഞാൻ ഇങ്ങനെ ബ്രെയിൻ ഇല്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ വൺ സെല്ലാണ്. അല്ല, ബ്രെയിൻ ഇല്ലാത്തതല്ല, അവരങ്ങനെ പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത പാവം കമ്മികൾ പറഞ്ഞുകൊണ്ട് നടക്കും, പാടിക്കൊണ്ട് നടക്കും. അല്ല, ഒരു സെല്ലുള്ള തലയ്ക്കകത്ത് ഒരു സെല്ലുള്ള ജീവി പോലും ഇങ്ങനെ ചിന്തിക്കില്ല. MS ഓഫീസ് ഉണ്ടാക്കി കൊടുത്തില്ലേ, വേർഡ് ഉണ്ടാക്കി കൊടുത്തു, MS വേർഡ് ഉണ്ടാക്കിയില്ലേ, പണ്ട് MS DOS ഉണ്ടായിരുന്നു, അപ്പം അതില്ലല്ലോ, അതുകൊണ്ട് പറയാൻ വയ്യ. പിന്നെ പറഞ്ഞു എന്താണ് പെയിൻറ് ബ്രഷ് ചെയ്ത് കൊടുത്തില്ലേ, അതൊക്കെ ഇവർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് യോഗ്യത ഉണ്ടെന്ന് പറയുന്നത്. അത് പോട്ടെ, അതൊക്കെ വിടാം. അതിലും ധാർഷ്ട്യത്തിൽ സംസാരിക്കുക. അടുത്ത കാലത്ത് ഒരാഴ്ച മുമ്പ് പാലക്കാടുള്ള CPM നേതാവ് കൃഷ്ണദാസ് പറയാണ് അവരത്രയും വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, അവർക്കതിന് യോഗ്യതയുണ്ട് വാങ്ങാൻ. ഇനി അവർ നോക്കിക്കോളും, അതൊക്കെ അത്രയും നിയമം വരിക്കാനുണ്ടെന്ന്. എന്തും നോക്കാനാണ് ഇനി ഒന്നും നോക്കാനില്ല. ശുഭം. അത് അയ്യപ്പൻ അവിടെ വെച്ചു. നമ്മൾ പണ്ട് പറയും സുഹൃതക്ഷയം എന്ന് പറയും. അച്ഛൻ തെറ്റ് ചെയ്താൽ മക്കളത് അനുഭവിക്കും എന്ന് പണ്ട് പറയും. സുഹൃതക്ഷയം എന്ന് പറയും. അവനവൻ്റെ കർമ്മഫലത്തേക്കാൾ അച്ഛനമ്മമാരുടെ ദോഷം കൊണ്ട് മക്കൾക്ക് ചിലപ്പോൾ ദോഷം വരാം. അങ്ങനെ വന്നു പെട്ടതാണ് പിണറായി വിജയൻ്റെ മകൾ എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ബിസിനസ്സുകാരൻ ഒരു കാര്യവുമില്ലാതെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും പൈസ അയച്ചത് അത് നിസ്സാര കാര്യമല്ല. മകൾക്ക് അത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്ത് കിട്ടി എന്നുള്ളതേ ഇനി കേരളം അറിയാനുള്ളൂ. അത് നമ്മൾ മറ്റേ ഈ കൈതോലപ്പായിൽ പൊതിച്ചുകൊണ്ട് പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്കാരാണ് പറഞ്ഞത്. സത്യം. ഏതായാലും അതെ സത്യം. ഏതായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ കോപത്തിൽ നിന്ന് ശാപമല്ല, കോപത്തിൽ നിന്ന് പിണറായി വിജയനും കേരളത്തിലെ CPM-ഉം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഒരല്പം മര്യാദ അവർ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പാർട്ടിക്ക് ഇനിയും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് ഈശ്വരനുണ്ട്, പ്രകൃതിയുണ്ട്, കർമ്മഫലമുണ്ട് എന്ന തിയറിയാണ്. അല്ല, അത് നമ്മൾ കണ്ടില്ലേ, ഈ പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം വെച്ചു, അത് കുളമായിപ്പോയി. എന്നോട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ പറഞ്ഞത്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ദിവസം അദ്ദേഹം കാടാമ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വേണ്ടി പോയി അവിടെ ചെന്ന് കാർ അവിടെ പാർക്ക് ചെയ്തു. അവർ കുടുംബത്തോടെ ഇറങ്ങി ചെല്ലുമ്പോൾ ദേവസ്വം ഓഫീസർ പറയും ഇന്ന് പറ്റില്ല, ഉച്ച വരെ പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും പൂജ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് സത്യമാണ്. അവിടുത്തെ CCTV, ഞാൻ ഡേറ്റ് വേണേൽ പറഞ്ഞുതരാം. ആ ഡേറ്റിലുള്ള CCTV ദൃശ്യം പരിശോധിച്ചാൽ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ വീണ വിജയൻ, കമല വിജയൻ, പിണറായി വിജയൻ, പേരക്കുട്ടികളും ഒക്കെ പൂമൂടലിന് അവിടെ വന്നിട്ടുണ്ടെന്നാണ് വളരെ റിലയബിളായ സോഴ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. ഇനി അത് കൺഫേം ചെയ്യണമെങ്കിൽ കാടാമ്പുഴക്കാർ CCTV ദൃശ്യങ്ങൾ മായ്ച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ മുഖ്യമന്ത്രി അവിടെ കാണാം. പൂമുടൽ ഒരു പരിഹാരമാണ് വലിയ വലിയ തെറ്റുകൾക്ക്. മുമ്പ് പലരും ചെയ്തിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറിമാർ പൂമുടൽ ചെയ്തിട്ടുണ്ട്, കോടിയേരി ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ചിരിക്കുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ കോടിയേരിയായിരുന്നു. അദ്ദേഹം പോലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് മരിച്ചത്. അദ്ദേഹത്തോട് എനിക്ക് അങ്ങനെ വ്യക്തിവിദ്വേഷമൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കുടുംബത്തെ ഒറ്റപ്പെടുത്തി. ഏറ്റവും രസം എന്ന് വെച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ ജനകീയനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ അർഹിക്കുന്ന ഒരു ജനസമ്മതി കിട്ടാതിരിക്കാൻ മൃതദേഹം പോലും മര്യാദയ്ക്ക് ആളുകളെ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഉള്ളിലുള്ള ഒരു ദുഷ്ടതയ്ക്ക് അതിരില്ലെന്ന് വേണം കരുതാൻ. അപ്പം ഞാൻ പറഞ്ഞത് കാടാമ്പുഴ അമ്മ പോലും അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിച്ചില്ല. കാരണം അയ്യപ്പൻ്റെ കോപത്തിൽ എരിഞ്ഞടങ്ങാൻ പോകുന്ന ഒരു വലിയ പ്രസ്ഥാനം. കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ പാലോറ മാത, എപ്പോഴും ഇവർ പറയുന്നൊരു വാക്കാണ് പാലോറ മാത. പശുക്കുട്ടി കൊടുത്തു, ആട്ടുംകുട്ടി കൊടുത്തു. പാലോറ മാത ആട്ടിൻകുട്ടിയെ ദേശാഭിമാനി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു എന്നാണ്. പാലോറ മാത പുനർജനിച്ചതായിരിക്കും ചിലപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസുകാരെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയ്ക്കും സാധുജനങ്ങളെ പറ്റിച്ച ഒരു പ്രസ്ഥാനം ലോകത്ത് വരെ ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആഗോള ക്രിസ്തീയ സഭയ്ക്കും ഒരേ രീതിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ നേതാക്കൾ പറയുമായിരുന്നു ഞങ്ങളുടെ പാർട്ടി തകരില്ല. അതിന് കാരണം ഇതുണ്ടാക്കിയിരിക്കുന്ന കാത്തലിക് ചേർച്ചിൻ്റെ സിസ്റ്റം വെച്ചിട്ടാണ്. ഹയറാർക്കി, എങ്ങനെ മെമ്പർഷിപ്പ്, എങ്ങനെ ലെവി കൊടുക്കണം, ഇതൊക്കെ ആ കാത്തലിക് ചേർച്ചിൻ്റെ സിസ്റ്റമാണ്. ഈ രണ്ട് കൂട്ടരും പറയുന്നത് പട്ടിണിയാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. അതെ, ദാരിദ്ര്യത്തെ മാർക്കറ്റ് ചെയ്തിട്ട് മതം വളർത്തുന്ന പോലെ ദാരിദ്ര്യത്തെ മാർക്കറ്റ് ചെയ്തിട്ട് പാർട്ടി നേതാക്കൾ വളരുന്ന ഒരു ഒരേ സമാനമാണ്. ഉദാഹരണം പറഞ്ഞാൽ അത് ഓഷോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബെൻസിൽ പോകുന്നൊരു സന്യാസിയോട് പുച്ഛമായിരിക്കും, വഴിയിൽ
തുണിയില്ലാതിരുന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആരാധകർ കൂടുമെന്ന്. ഈ ദാരിദ്ര്യം മാർക്കറ്റ് ചെയ്യുന്നതിൽ വിജയിച്ച 3 പ്രസ്ഥാനങ്ങൾ, 1 കാത്തലിക് ചർച്ച്, 2 ഗാന്ധിയന്മാർ, 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. ഗാന്ധിയോട് ഞാൻ ചെറുപ്പത്തിൽ കരഞ്ഞിട്ടുണ്ട് ഇത് വായിച്ചപ്പോൾ. അതായത് ഗാന്ധിജി തനിക്ക് ആകെ ഉണ്ടായതൊരു മേൽമുണ്ട് ഗംഗയിൽ കഴുകുകയായിരുന്നു. അപ്പോൾ അപ്പുറത്ത് വസ്ത്രം ഇല്ലാത്തൊരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഗാന്ധിജി ഒഴുക്ക് വിട്ട് കൊടുത്തു വന്നു അവർക്ക്. ഗാന്ധിജി പിന്നെ മേൽമുണ്ട് ഉപേക്ഷിച്ചു. എന്തൊരു ത്യാഗമാണ്. അതേ ഗാന്ധിജി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ഒഴിവാക്കി. കാരണം ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്യാനുള്ള സാമ്പത്തികമില്ല. ഇദ്ദേഹം എന്ത് ചെയ്യും? ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറും. ഗാന്ധിജി കയറി കഴിഞ്ഞാൽ 90 പേര് സഞ്ചരിക്കേണ്ട ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹവും ഈ ബിർള ഏർപ്പെടുത്തിയ കുറച്ച് അറ്റൻഡൻസും മാത്രമാണ്. അവർക്ക് ശമ്പളം കൊടുക്കണം. മാത്രമല്ല ആട്ടുംപാലേ കുടിക്കൂ. ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും പശുവിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആട്ടുംപാൽ വെറുതെ കുടിച്ചാൽ പോഷകം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മിക്സ് ചെയ്ത പാലേ കുടിക്കുകയുള്ളൂ. അതിൽ നല്ല 2 പശുവിനെ വാങ്ങാമായിരുന്നു ആ പൈസയ്ക്ക്. ഇതാണ് ഈ ദാരിദ്ര്യം മാർക്കറ്റ് ചെയ്യുന്ന മതങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന മുതലാളിത്തം തന്നെയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ എപ്പോഴും പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിപ്പം ബോൾഷെവിക് പാർട്ടി, ഇപ്പം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൃഷ്ടിച്ചത് പോലും ഈ കാർമലൈറ്റ്സ് ഓഫ് മേരി ദി ഇമാക്കുലേറ്റ് CMA ആണെന്നൊരു വാദമുണ്ട്. അതൊരു കോൺസ്പിറസി സഭയാണ്. വെറും സഭയല്ല, ഇഗ്നേഷ്യസ് ലോയോളയാണ് അതിൻ്റെ പിന്നിലെ ബുദ്ധി എന്നാണ് പറയുന്നത്. ഈ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ബൗദ്ധികവും ശാരീരികമായ പോരാളിയായിരുന്നു ഇഗ്നേഷ്യസ് ലോയോള. പോർച്ചുഗീസ്, അയാൾ സ്പെയിനായിരുന്നു. പോർച്ചുഗീസ് ആർമിയുടെ ഒക്കെ ഹെഡ് അയാളായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇഗ്നേഷ്യസ് ലോയോള നമ്മുടെ ഗോവയിലെ ഫ്രാൻസിസിൻ്റെ ഫ്രണ്ടുമായിരുന്നു. ഗോവയിലെ ഹിന്ദുക്കളെ തൊഴിയിരിക്കാൻ വേണ്ടി അവിടുന്ന് ഇൻക്വിസിഷന് വേണ്ടി പോർച്ചുഗീസ് ആർമിയും കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് ലോയോളയോട് ഫ്രാൻസിസ് ആണ്. ഇതേ മെത്തഡിലാണ് കമ്മ്യൂണിസ്റ്റ്. അത് തല്ലാനും പിടിക്കാൻ ഒരുപാട് പേര് കാണും. മുകളിലെ പ്രസ്ഥാനങ്ങളെല്ലാം എന്താ പറയുന്നത്? ത്യാഗം. എന്താ നായനാരുടെ ചൊല്ലുണ്ടല്ലോ, ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും. ഇത് ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതം കമ്മ്യൂണിസ്റ്റുകാരുടെ 2 ആശയങ്ങൾ. നിങ്ങൾ ബിഷപ്പുമാരുടെ സംസാരം കേട്ടോ, അവരെന്താ പറയുക? സ്നേഹം, ത്യാഗം. അവർ ഊണ് കഴിക്കുന്ന മേശയുടെ വിലയുണ്ടെങ്കിൽ ഒരു ഹിന്ദുവിന് വീട് വയ്ക്കാം. അവർ എല്ലാ അരമനകളിലും ഒരു അരമനയിലെ ഒരു മേശയുടെ വിലയുണ്ടെങ്കിൽ ഒരു ഹിന്ദുവിന് വീട് വയ്ക്കാം. പോട്ടെ, ഹിന്ദുന്ന് വിട്ടേക്ക്, ഒരു പാവപ്പെട്ടവന് വീട് വയ്ക്കാം. ഒരു ക്രിസ്ത്യാനിക്ക്, പാവപ്പെട്ട ഒരു ആന്റണിക്കോ അല്ലെങ്കിൽ ഒരു സെബാസ്റ്റ്യന് വീട് വയ്ക്കാം. അതാണ് നമ്മുടെ MG സോമൻ വളരെ വെടിപ്പായിട്ട് ഇറവറൻസ് എന്ന് പറഞ്ഞത്. ആ ഇറവറൻസ് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കത്തോലിക്ക സഭയോടും ഈ പറഞ്ഞ ഗാന്ധിയത്തോടും ഉണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രത്യേകത എന്താ? നല്ല 1-ാം തരം ഖദർ വാങ്ങിയിട്ട് കീറിയിട്ട് തുന്നും, എന്നിട്ട് പോയി വോട്ട് ചെയ്യും. അപ്പോൾ ആ പാവപ്പെട്ടവൻ വിചാരം എന്താ? ഇവനും എന്നെപ്പോലെ നല്ല വസ്ത്രം കൊടുക്കാൻ ഇല്ലാത്തവനാണ്. ഈ 3 പ്രസ്ഥാനങ്ങളും ലോകത്തെ തുരന്നു തിന്നുന്നതിൽ എക്സ്പേർട്ടീസ് ഉള്ള പ്രസ്ഥാനങ്ങളാണ്. അതിൽ ഇപ്പോൾ ആദ്യം നശിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് മാത്രം. ഇവൻച്വലി മറ്റു 2ഉം സ്വാഭാവികമായി ചരമഗതിയിലേക്ക് പോകും. അത് ചരമഗതി പ്രാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് പ്രത്യയശാസ്ത്രം പൂർണ്ണമായും മുതലാളിത്തം വഴിപ്പെട്ട പാർട്ടികളാണ് ഇതൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോൾഷെവിക് പ്രസ്ഥാനം ഉണ്ടാക്കിയതിനെ പറ്റി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് സാർ ചക്രവർത്തിക്കെതിരെ സമരം പോലും സഭ സ്പോൺസർ ചെയ്യുന്നതാണ്. കാരണം സാർ ചക്രവർത്തി പറഞ്ഞ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ ആളാണ്. സത്യത്തിൽ നമ്മളിപ്പോൾ കാണുന്ന ചിത്രത്തിൽ സാധാരണക്കാർക്ക് ഒന്നും അറിയില്ല. ആരോടാണ് CPM ഫൈറ്റ് ചെയ്യുന്നത്? മുതലാളിത്തത്തോടാണ്. CPMൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്ന് മുതലുള്ള നേതാക്കന്മാർ എല്ലാവരും ലിസ്റ്റ് എടുത്തോളൂ. അവരെല്ലാവരും ബ്രിട്ടീഷ് കൊളോണിസ്റ്റ് അംഗീകരിച്ച് ജീവിച്ചവരാണ്. ഒരാൾ പോലും ഒരു വാക്ക് ഉയർത്തിയിട്ടില്ല. യൂറോപ്പിൽ നിന്ന് നമ്മുടെ MGS നാരായണൻ പറഞ്ഞാണ്, യൂറോപ്പിൽ നിന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കമ്മ്യൂണിസം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓക്സ്ഫോർഡ് കോളേജ് വന്നിവിടെ. അന്നത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ സ്റ്റട്ടറിങ് നമ്പൂതിരിപ്പാട്, EMS നമ്പൂതിരിപ്പാട്, ഇംഗ്ലീഷിൽ പറഞ്ഞത് കുഴപ്പമില്ല, സ്റ്റട്ടറിങ് നമ്പൂതിരിപ്പാടോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, തൽക്കാലം ഇന്ത്യക്കോ അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിക്കേണ്ടതില്ല, കൂടുതൽ ഒരു ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചില്ലെന്നാണ്. യൂറോപ്പിൽ നിന്ന് കഷ്ടപ്പെട്ട് ഓക്സ്ഫോർഡിൽ നിന്ന് മാർക്സിസവും ലെനിനിസവും പഠിച്ചിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആചാരോട് ചോദിക്കുകയാണ്, നമുക്ക് എന്ത് രീതിയിൽ ഇതിനെ ചെറുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, തൽക്കാലം അതിനെ പ്രതിരോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ വി ആർ ലിവിങ് ബൈ ദെയർ ഗ്രേസ്. അവരുടെ അന്നാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഇന്ത്യ മുഴുവൻ ഇത്രയും വലിയ ഓഫീസുകൾ ഉണ്ടാകുന്നത്? ഇതൊരു കൊള്ള പ്രസ്ഥാനം. അതായത് ചൂഷണം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെല്ലാം എടുത്തണിയുന്ന ആദ്യത്തെ മേലങ്കി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. ഞങ്ങൾ ദരിദ്രരാണെന്നും ദരിദ്രർക്ക് വേണ്ടിയാണെന്ന് ബോധിപ്പിക്കുക. അങ്ങനെയാണ് പാലോർ ആട് ഏത് കള്ളം എഴുതാൻ വേണ്ടി നേരത്തെ അറിയാമെന്നാണ്. ആ പത്രം ഉണ്ടാക്കാൻ വേണ്ടി പാലോറമാത ആടിനെ കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 70 കൊല്ലം കൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ച നുണകൾ മാത്രം ഒരു പുസ്തകമാക്കിയാൽ, അത് പൊളിച്ചെഴുതിയാൽ, അരുൺ ഷൂറി എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ചരിത്രങ്ങളും അവരുടെ വഞ്ചനകളും പറഞ്ഞിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് പക്ഷെ അരുൺ ഷൂറിയെ നമ്മളും നമസ്കരിച്ചു.
അരുൺ ഷൂറി വേണ്ട പോലെ വായിക്കപ്പെട്ടില്ല. അംബേദ്കർക്കെതിരെ ആദ്യമായി വേർഷിപ്പിംഗ് ഫോൾസ് ഗോഡ്സ് എന്ന ബുക്ക് എഴുതി. ഞാൻ മുഴുവൻ കുത്തിയിരുന്ന് വായിച്ചാണ്. ഐ ഹാവ് ബേൺഡ് മിഡ് നൈറ്റ് ഓയിൽ ഫോർ റീഡിങ് ദിസ്. ഒരു 3-4 ആഴ്ച കൊണ്ടാണ് വായിച്ചു തീർത്തത്. വലിയ പുസ്തകമാണ്. വേർഷിപ്പിംഗ് ഫോൾസ് ഗോഡ്സ്, അംബേദ്കർ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര വഞ്ചനകൾ, ഇതൊക്കെ എഴുതിയ ആൾ ഇപ്പോൾ ആരും അറിയുന്നില്ല. കാരണം ഇതെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിച്ചാലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പറ്റി പുസ്തകം വരില്ല. ഇന്ത്യയെ പറ്റി ഒരു പുസ്തകം വന്നു, അത് അപ്പം തന്നെ ബാൻ ചെയ്ത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്. അതായത് ഈ 3 പ്രസ്ഥാനങ്ങളും നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ദാരിദ്ര്യത്തെ പുറമേ കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചിട്ട് ക്യാപിറ്റലിസ്റ്റുകളുടെ അപ്പന്മാരാണ് ഇവർ. ഒരുപക്ഷെ ട്രംപ് പോലും മിസ്റ്റർ ട്രംപ് ഇസ് നോട്ട് എ ക്യാപിറ്റലിസ്റ്റ് അപ് ടു ദ മാർക്ക് ആസ് മിസ്റ്റർ PV ഈസ്, ബിക്കോസ് ട്രംപ് ഇസ് എ ബിസിനസ്മാൻ ഔട്ട്വേർഡ്ലി. ട്രംപ് പറഞ്ഞ് ഞാൻ ക്യാപിറ്റലിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റായി നിന്നുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് സുഖാനുഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഹൗ വുഡ് ഇറ്റ് ബി ഫീലിംഗ് ഇഫ് എ ക്യാപിറ്റലിസ്റ്റ് സ്പീക്സ് ഫോർ സോഷ്യലിസ്റ്റ്? ഇതാണ് നടക്കുന്നത്. എല്ലാവരും ക്യാപിറ്റലിസ്റ്റുകളാണ്. നിങ്ങൾ പിന്നെ കടകംപള്ളി സുരേന്ദ്രനൊക്കെ ഒരു ശരീരഭാഷ നോക്കൂ. ഒരു നായർ തറവാട്ടിലെ ഒരു 10-60 ഏക്കർ സ്ഥലമുള്ള ഒരു പ്രമാണിയുടെ മാടമ്പി. അവർക്കൊന്നും ദാരിദ്ര്യം എന്താണെന്ന് പോലും അറിയില്ല. അവർക്ക് ആകെ ഒരു ദാരിദ്ര്യമുള്ളത് ആശയ ദാരിദ്ര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ആകെയുള്ളൊരു ദാരിദ്ര്യം ആശയ ദാരിദ്ര്യമാണ്. അവർ ആമാശയങ്ങൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അതിൽ ദേവന്റെ ഒരു രൂപ പോയിട്ടുണ്ടെങ്കിൽ ആമാശം ചീഞ്ഞളിഞ്ഞ് അവർ മരിക്കും. അത് യാതൊരു സംശയം വേണ്ട. അയ്യപ്പനെയോ ഗുരുവായൂരപ്പനെയോ ആരും വേട്ട പഠിപ്പിക്കേണ്ട. ഗംഭീരമായ വേട്ട നടത്താൻ കഴിവുള്ളവരാണ്. ആരൊക്കെ അതിനെതിരെ വാളോങ്ങിയിട്ടുണ്ടോ ആശയപരമായിട്ടോ, ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി നടേശൻ ഈ നവോത്ഥാന മതിൽ പണിയാൻ വേണ്ടി ആളുകൾ വിട്ടുകൊടുത്തു പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം. ഓർമ്മയുണ്ടല്ലോ? വെള്ളാപ്പള്ളി പോലും പറയേണ്ടി വന്നു, ഞാനിത് ഓർത്തില്ല, ഇത് ചതിയായി പോയെന്ന്. അതെ, വെള്ളാപ്പള്ളി പോലും പറയേണ്ടി വന്നു, ഇത് ചതിയായി പോയെന്ന്. കാരണം യുവതികളെ കയറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ പിണറായി വിജയൻ ചതിച്ചിരിക്കുന്നത് വലിയൊരു വിശ്വാസി സമൂഹത്തെയാണ്. അയ്യപ്പൻ്റെ പ്രത്യേകത അറിയാലോ, മാലയിട്ടാൽ അങ്ങും അയ്യപ്പനാണ്, ഞാനും അയ്യപ്പനാണ്. അവിടെ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാത്ത നാരായണ ഗുരുസ്വാമി പറഞ്ഞ കാര്യം പ്രാവർത്തിയാക്കുന്നതാണ് ശബരിമല. ആ ശബരിമല തൊട്ടാണ് കളിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പാർട്ടിയും ഇതിൻ്റെ പിന്നിൽ നിന്ന് എല്ലാവരും 1 by 1 പ്രകൃതി വേട്ടയാടി അവരെ നശിപ്പിക്കും. അതെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഹിന്ദു സമാജവും വിശ്വാസികളും കാത്തിരിക്കുന്നത് അതിനുവേണ്ടി. തീർച്ചയായിട്ടും 100%. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിദ്യാസാഗർ ഗുരുമൂർത്തിജി നമ്മുടെ കൂടെയുണ്ട്. ഇനിയും നമ്മുടെ ചില എപ്പിസോഡുകൾ വരുന്നുണ്ട്. നമ്മുടെ ഈ ചാനലിലും നമ്മുടെ രണ്ടാമത്തെ ചാനലായ പുണ്യം ബൈ ഇന്ത്യ ലൈവിലും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായും കാണണം. ഇന്ത്യ ലൈവും പുണ്യം ബൈ ഇന്ത്യ ലൈവും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായും അതുകൂടി ചെയ്യണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈഴവ സമൂഹത്തെയും ശ്രീനാരായണ ഗുരുദേവനെയും അധിക്ഷേപിച്ചിട്ടുള്ള മിസ്റ്റർ സുഭാഷ് തന്ത്രി എന്ന ഇയാളുടെ ഈ പ്രോസ്പെരിറ്റി, അതായത് ഈ ഭക്തി വിറ്റിട്ടുള്ള പ്രോസ്പെരിറ്റി, നമുക്ക് അത്ഭുതം തോന്നും. കേരളത്തിൽ ഈ മണ്ടന്മാരായിട്ടുള്ള ഭക്തജനങ്ങളുടെ എണ്ണം എന്തുമാത്രം കൂടുന്നു എന്നുള്ളത്. 2020 ഞാനൊരു വീഡിയോ ചെയ്തു. അത് വിശ്വകർമാക്കളെ അധിക്ഷേപിച്ചതിൻ്റെ പേരിലാണ്. നാളിതുവരെ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ വീഡിയോ ഒന്നും കൂടെ പൊഴുതിട്ട് നിങ്ങളെ കാണിക്കാം, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കൊട്ടി അടയ്ക്കേണ്ടി, വലിയ സൗണ്ടോടുകൂടി അടയ്ക്കേണ്ടി വരും. അതേപോലെ വേനൽക്കാലം വരുമ്പോൾ വിടവുണ്ടാകും. അപ്പോൾ അന്ന് അവരുപയോഗിച്ചിരുന്ന മരങ്ങൾ, മൂപ്പില്ലാത്ത മരങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ കണക്കറിയാതെ ചെയ്തതിൻ്റെയൊക്കെ മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങളറിയുക, വാതിൽപ്പാളി എപ്പോഴും ഒറ്റപ്പാളിയാണ് നല്ലത്. അതിനുള്ള ഇന്ന് കിട്ടുന്ന മെറ്റീരിയലെല്ലാം നല്ല മെഷീനിൽ അടിച്ചു വരുന്ന ഉരുക്ക് മെറ്റീരിയലാണ്. ഇത് ഈ പാരമ്പര്യവാദികൾ എന്ന് പറഞ്ഞവർ അടിച്ചു കൂട്ടിയുണ്ടാക്കിയ വാട്ട സാധനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് കാലം മാറിക്കഴിഞ്ഞു. നമുക്കിവിടെ 21-ാം നൂറ്റാണ്ടിലേക്ക് കുതിക്കുന്നു, അവിടെ 18-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ കോണകം കെട്ടി നടക്കുന്നത്. നമുക്കിവിടെ ചെട്ടി കച്ചവടമുണ്ട്, ഭയങ്കര കച്ചവടമാണ്. കാരണം കോണം കെട്ടികളെല്ലാം നമ്മുടെ പ്രോഗ്രാം കണ്ട കോണം മാറ്റി ചെട്ടിയാക്കി. എന്തായാലും കച്ചവടം പൊടിച്ചു. ചില കണക്കുകളുണ്ട്, രാശിയിൽ കാണാൻ പറ്റും, അത് തെറ്റാണ്, അതുകൊണ്ട് താങ്കളുടെ വീടിൻ്റെ കണക്ക് തെറ്റാന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എൻ്റെ പരമ്പര എന്ന് പറഞ്ഞാൽ ആറന്മുള തച്ചന്മാരുടെ പരമ്പരയാണ്, അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ വാസ്തു തെറ്റാന്ന് താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കളുടെ വീടിൻ്റെ കണക്ക് തെറ്റാന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. താങ്കൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കണക്ക് മാറ്റേണ്ടവരും, അല്ലാതെ പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല എന്ന്. ആളുടനെ നമ്മളോട് വളരെ ശോഭിക്കുകയും ഈ വാസ്തു ഒഴിച്ചുള്ള പൂജാപരിഹാരത്തിന് വേണ്ടി ഞാൻ റെഡിയാവാം, അല്ലാതെ പറ്റില്ല. നമ്മൾ പറഞ്ഞു, ഇതിന് നമുക്കൊരു താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പൂജാപരിഹാരം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അധിവസിക്കുന്ന വാസ്തു കൂടി പൂർണ്ണതയിൽ വന്നാൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സമ്പൂർണ്ണ പരിഹാരം സാധ്യമാവുള്ളൂ. അപ്പോൾ അത് പലർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവ്, അതായത് ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ അറിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ പൂർവികാചാര്യന്മാർ അബദ്ധങ്ങളിലൂടെ പോയി ആ നാട്ടിൽ മുഴുവനായിട്ട് എല്ലാ വീട്ടുകൾക്കും തെറ്റായിട്ട് ഒരു കീഴ്വഴക്കത്തിലൂടെ അടുക്കളയൊക്കെ പണം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെന്നിട്ട് അത് പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളും ഇഷ്ടംപോലെ സംഭവിക്കാറുണ്ട്.
ഇത്രയും കാലമായിട്ടും മന്ദബുദ്ധികളായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ തലയിലേക്ക് ഒന്നും കയറാൻ പോകുന്നില്ല. കാരണം ജനിച്ചപ്പോൾ മുതൽ കേട്ടുവന്ന കുറേ മണ്ടത്തര വിശ്വാസങ്ങൾ അസ്ഥിക്ക് പിടിച്ച് അത് അവർ പെട്ടിയിലേക്ക് പോയാൽ മാത്രമേ അവരിൽ നിന്നും നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അതാണ് ഈ പാരമ്പര്യ പ്രഹ്ലാദന്മാരുടെ വിജയം. കാരണം അവർക്കറിയാം കുറേ എണ്ണങ്ങൾ എന്തൊക്കെ ആയാലും ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും പന്തീരാണ്ട് കാലം പട്ടിയുടെ വാല് കുമ്പത്തിലിട്ടാലും കുമ്പത്തിൽ നിന്ന് പുറത്തെടുത്താൽ വളഞ്ഞു തന്നെ ഇരിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ തന്നെയാണ് ചില ജനങ്ങളെയൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പാടില്ല. പലക്കല്ല് എത്ര വില്ലനായെന്ന് കണ്ടോ? ഇതൊക്കെ ഈ പാരമ്പര്യം പറഞ്ഞ് ഹി പറയുന്ന ഈ വെഡ്ഡി ശിരോമണികൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ നമ്മളെ പാരമ്പര്യത്തിൻ്റെ പേരിൽ കുലമഹിമയുടെ പേരിൽ കുത്താൻ വരുന്ന സുമതിമാരും പണിക്കരുമാരും എല്ലാ പണിക്കരുമാരും ഉണ്ട്. അജിത് പണിക്കരുമാരും ഗിരീഷും ഇവനൊക്കെ അറിയുന്നുണ്ടോ? ഞങ്ങൾ ഈ പൂജയോടൊപ്പം തന്നെ വാസ്തുശാസ്ത്രം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് പൂജാതികർമ്മം ചെയ്ത് പൂർണ്ണത എത്താൻ വേണ്ടി വാസ്തു കൂടി നോക്കണമെന്ന് പറയും. അപ്പോൾ ചിലർ പറയും ഞങ്ങളുടെ വീടൊക്കെ ഒരു 10 ആചാര്യമാർ വന്ന് നോക്കി തന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. നമ്മൾ അത് പറ്റില്ല, അത് തെറ്റാന്ന് പറയും. നമ്മളവിടെ ചെന്ന് അളന്ന് നോക്കുമ്പോൾ എല്ലാം തെറ്റായിരിക്കും, ഒരു വ്യത്യാസമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പല ആചാര്യന്മാരും ചിലർ വന്ന് പറഞ്ഞിട്ട് മാത്രം നോക്കുന്ന ഒരു സമ്പ്രദായമാണ്. പറഞ്ഞിട്ട് മാത്രമേ നോക്കുള്ളൂ, അതൊന്നും നോക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നമ്മളങ്ങനെയല്ല, അളക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും അളക്കും, എന്നിട്ട് അതിൻ്റെയൊക്കെ കറപ്ഷൻസ് കൊടുക്കും. ഇവരെന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കണില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി തെറി വിളിച്ച് നോക്കാം. അപ്പോൾ അതൊക്കെ അവരുടെ സംസ്കാരമാണ് അവർ കാണിക്കുന്നത്. പലരുടെയും ഉള്ളിൻ്റെ ഉള്ളിലൊരു സംസ്കാരം പുറത്തേക്ക് വരും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നിങ്ങളറിയണം, നമ്മൾ പറയുന്ന വാസ്തുശാസ്ത്രം അതെല്ലാം നമ്മുടെ ജീവിതം റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് തന്നെ നമ്മുടെ ജ്യോതിശാലയത്തിൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും പ്രഗത്ഭനായ വാസ്തു വിദഗ്ധൻ വന്ന് റെഡിയാക്കി കൊടുത്ത കൊട്ടാരം പോലുള്ള വീടാണ്. 2 ജപ്തി കഴിഞ്ഞ് 3ാമത്തെ ജപ്തിക്ക് കാതോർത്തിരിക്കുകയാണ്. വാസ്തു വലിയ വാസ്തുവാണ്. എന്താണെന്ന് വെച്ചാൽ വടക്കൻ കേരളത്തിലൊക്കെ അവിടെയൊക്കെ നമ്മൾ അളക്കാൻ ചെന്നിട്ടുണ്ട്. തൃശ്ശൂർ വിട്ട് വടക്കോട്ട് പോയാൽ ഒരു വീടിന് പോലും ഇതേവരെ ഒരു കണക്കുള്ള വീട് ഞങ്ങൾ കണ്ടിട്ടില്ല. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ഈ 4 ജില്ലകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള കുറേ ആളുകളെങ്കിലും മിടുക്കന്മാരുണ്ട്. വടക്കോട്ട് പോയി ഒരാൾക്ക് പോലും വാസ്തു അറിയാൻ പാടില്ല. അവർക്ക് തോന്നുന്ന പോലെയാണ്. വടക്ക് പടിഞ്ഞാറാണ് അടുക്കള. കേരളത്തിൽ തന്നെ ഏകദേശം എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കിയുടെ കുറേ ഭാഗങ്ങൾ, ഏകദേശം ഒരു 3-3.5 ജില്ല. ഈ ജില്ലകളിലാണ് ആവറേജ് വാസ്തു കൃത്യമായ കണക്കുകളിലൂടെ പോകുന്നത്. മറ്റുള്ള ജില്ലകളിലെല്ലാം പൊട്ട കണക്കിലൂടെ പോകുന്നത്. നമുക്ക് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ വിട്ട് അങ്ങോട്ട് പോയാൽ ഒരു വീട് നോക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരു ഗതി ഉണ്ടാവില്ല. കാരണം പൂജ കഴിഞ്ഞ് ഒരു 3 മാസത്തേക്ക് നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ആ സുഖത്തിലൊക്കെ പൊക്കോളെന്ന് എഴുതിയിട്ടാണ്. പിന്നെ മൈൻഡ് ചെയ്യില്ല. അടുത്തുള്ള ഏതെങ്കിലും ഒരു ലോക്കടാച്ചി വാസ്തുകാരനെ വിളിച്ച് നോക്കും, 500 കൊടുത്താൽ മതി. അപ്പോൾ വന്നിട്ട് ഒരു കുഴപ്പമില്ലാന്ന് പറയും. അപ്പോൾ നമ്മുടെ വാസ്തുകാര്യം വന്നു കഴിയുമ്പോൾ എറണാകുളം ജില്ലയിലാണ് 6000 രൂപ, കോഴിക്കോട് വരെ 6500, തിരുവനന്തപുരം 6500. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ 6500. അപ്പോൾ ഇത്രയും പൈസ കൊടുക്കണമല്ലോ എന്നുള്ള വിഷമമാണ്. അതുകൊണ്ടാണ് വേണ്ടാന്ന് വെക്കണത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 500, 1000, 2000 കൊടുത്തു കഴിയുമ്പോൾ കുഴപ്പമില്ലാന്ന് കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ശരിക്കും കുഴപ്പമല്ലേ? വാസ്തുവിൽ നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി വേറൊരു മിടുക്കനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൾ വരെ ഇവർ പറഞ്ഞ കേട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുന്ന കേട്ട് തിരിയാനിരിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ തിരിഞ്ഞു വരാം. നമസ്കാരം, ഞാൻ ജീനസ് ആചാരി, ആലപ്പുഴ. സാധാരണ എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഞാൻ പറയാറില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പരമാവധി ഇത് ആളുകളിലേക്ക് എത്തിക്കണം. കാര്യം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന സുഭാഷ് തന്ത്രി എന്ന് പറഞ്ഞ നാറി, ഇവൻ്റെ കൊള്ളരുതായ്മയിൽ കുറേ കാലം മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം അവനൊരു അടക്കമില്ല. ഈ വീഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഞാനിപ്പോൾ ഇടാൻ പോണ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാര്യം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെയും SNDP-കാരെയും ഈഴവ സമുദായത്തെ മൊത്തത്തിൽ, അവരെ മാത്രമല്ല ശരിക്കും കേരള സമൂഹത്തെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവൻ്റെ സംസാരങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ അവതരണങ്ങൾ. ഇതിനെനിക്ക് അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ നിങ്ങൾ ഇത് കേൾക്കണം. എത്രത്തോളം നിയമവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് അവനെതിരെ കേസ് കൊടുക്കണം. അവനകത്ത് പോകണം. തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടു നോക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. പഠിച്ചൊരു നാരായണ ഗുരു ദൈവമതായി ദേവ ക്ഷേത്രങ്ങളെല്ലാം
അരുതെന്നു ചൊല്ലിയ നാണുവാം ദൈവം. മണിയാൻ കുലത്തിൽ പിറന്നൊരു നാണു ഇഴവരുടെ ദൈവമാതായി. ല്ലോ വേറൊരു ദൈവവും വേണ്ട ഈ ഭൂമിൽ. നാം തന്നെയൊരു ദൈവമതല്ലോ വേറൊരു ദൈവവും വേണ്ട ഈ ഭൂമിൽ. ജനങ്ങൾ തന്നെ അജ്ഞത മുതലെടുത്തുന്നോ താനെ സ്വയമൊരു ദൈവമതായി. ജനങ്ങൾ തന്നെ അജ്ഞത മുതലെടുത്തുന്നോ താനെ സ്വയമൊരു ദൈവമതായി. എന്നൊരു പ്രസ്ഥാനം ഇഴവരെയെല്ലാം പറ്റിച്ചിടുന്നു. SNDP എന്നൊരു പ്രസ്ഥാനം ഇഴവരെയെല്ലാം പറ്റിച്ചിടുന്നു. ഇഴവരെല്ലാം നാരായണീയ എന്നൊരു പേര് സ്വീകരിച്ചല്ലോ. ഇഴവരെല്ലാം നാരായണീയ എന്നൊരു പേര് സ്വീകരിച്ചല്ലോ. നാരായണ ജയ 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 നാരായണ ജയ. ഇത് കേട്ടില്ലേ? ഇത് ശരിക്കും ഇത് അധികാരികളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തകർ, SNDP പ്രവർത്തകർ, ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ ബന്ധപ്പെട്ട് ഇത് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തണം. കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷേ ഇത് ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടരുത്. ഇവൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്, ഇതിനു മുമ്പേ ഉള്ള വിഷയങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം വീഡിയോ ഒരുപാട് ദൈർഘ്യം കൂടി ഇപ്പോൾ തന്നെ. അപ്പം അതുകൊണ്ട് പരമാവധി ഇത് അധികാരികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക. നന്ദി, നമസ്തേ.